ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ മുന്നറിയിപ്പുമായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി. ഇറാനിയൻ ജനത ആരുടെയും ഭീഷണിക്ക് മുൻപിൽ കീഴടങ്ങില്ല എന്നും ഭീഷണിയുടെ ഭാഷയോട് ഇറാന്റെ മറുപടി എന്തായിരിക്കുമെന്ന് ഇറാന്റെ ചരിത്രമറിയുന്നവർക്ക് അറിയാമെന്നുമാണ് ഖമനേയിയുടെ പ്രതികരണം. സംഘർഷത്തിന്റെ 6ാം ദിവസം ഇറാന്റെ 40 മിസൈൽ സൈനിക സംവിധാനങ്ങൾ ആക്രമിച്ച് തകർത്തതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഭീഷണിക്കുള്ള മറുപടിയുമായാണ് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സന്ദേശം. ഇറാൻ കീഴടങ്ങില്ല എന്നും ഭീഷണിയുടെ ഭാഷയ്ക്ക് ഇറാന്റെ മറുപടി എന്താകുമെന്നറിയാൻ ചരിത്രം പരിശോധിച്ചാൽ മതിയാകുമെന്നുമാണ് ഖമേനി പറഞ്ഞത്. ഇറാനെ ആക്രമിക്കുന്നതിലൂടെ ഇസ്രായേൽ ചെയ്തത് വലിയ തെറ്റാണെന്നും അതിന് തക്ക ശിക്ഷ നൽകുമെന്നും സന്ദേശത്തിൽ പറയുന്നു. സംഘർഷത്തിൽ US സൈന്യം കക്ഷി ചേരുകയോ ഇറാനെ ആക്രമിക്കുകയോ ചെയ്താൽ അതിന് ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും അലി ഖമേനി പറഞ്ഞു. പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങൾ വിന്യസിച്ച് US മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇസ്രായേലിന്റെ സൈനിക നടപടികളിൽ കക്ഷി ചേർന്നാൽ അമേരിക്ക ശക്തമായി തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് വാഷിംഗ്ടണിനെ അറിയിച്ചിട്ടുണ്ടെന്ന് UN-ൽ ഇറാൻ അംബാസഡർ അലി ബഹ്റൈനി അറിയിച്ചു. തുർക്കിക്ക് പിന്നാലെ റഷ്യയും സൈനിക വിന്യാസത്തിലുള്ള എതിർപ്പ് അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട്. സംഘർഷത്തിന്റെ 6ാം ദിനം ടെഹ്റാനിൽ ഇസ്രായേൽ വ്യാപക വ്യോമാക്രമണം തുടരുകയാണ്. ആണവായുധ നിർമ്മാണത്തിനാവശ്യമായ യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള സെൻട്രിഫ്യൂജുകൾ നിർമ്മിക്കുന്ന സ്ഥലത്ത് ഇസ്രായേൽ വ്യോമസേന ബോംബുകൾ വർഷിച്ചു. അതേസമയം ഇറാന്റെ ആക്രമണങ്ങൾ ദുർബലമാകുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.